ഓഫിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ജിന്ന റോഡിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന മലയാളി ഹാജിമാരുടെ ബിൽഡിംഗാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോസിൽ ഒരിക്കലും ബാക്കിയുള്ള സ്റ്റേറ്റുകാരുടെ ബിൽഡിങ്ങുകളില്ല, എല്ലാം മലയാളി ഹാജിമാർക്കുള്ള അക്കോമഡേഷനാണ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു പരിസരത്ത് കുറച്ച് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ബിൽഡിംഗ് നമ്പർ 1001 പരിസരത്തുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒറ്റപ്പെട്ടുള്ള ഒരു ഏരിയ കൂടെ ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം വെച്ചാൽ ഒരു ഉച്ചയ്ക്കുള്ള സമയമായതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും തിരക്ക് കുറവ്. പക്ഷെ കടകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് പരിസരത്തായിട്ട് അത്യാവശ്യം കടകളൊന്നും കാണുന്നില്ല. പക്ഷെ അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കാനോ അല്ല പറയുന്നത്. ഇതാണ് നിങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്. 1001 ഹാജിമാർ താമസിക്കുന്ന, മലയാളി ഹാജിമാർ താമസിക്കുന്ന ബിൽഡിംഗ് ഇതാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു കടയുണ്ട്. ഈ കടയിൽ നമുക്ക് പഴം, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് തൊട്ടടുത്തുള്ള കട എന്ന് വെച്ചാൽ ചിക്കൻ്റെ കടയാണ്. പിന്നെ കോഴിമുട്ടയും അവിടെ കിട്ടും. ഇതാണ് നിങ്ങൾ 1001 ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്താണ് ഞാൻ കാണിച്ചു തന്ന ഫ്രൂട്ട്സ് കടയുള്ളത്. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. തൊട്ടടുത്ത് കടകൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ കടയാണ്. അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് കുക്കിംഗ് കാര്യം അലൗഡ് അല്ലാത്തതുകൊണ്ട് പറ്റില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഉണ്ടോ? ഈ ബിൽഡിംഗിൽ 22 നിലയുണ്ട്. ഈ 22 നിലയുള്ള ബിൽഡിംഗ് ഏതാണെന്ന് വെച്ചാൽ മലയാളി ഹാജിമാർ താമസിക്കുന്ന 1002 ബിൽഡിംഗ് ആണ്. 1002 നമ്പർ ബിൽഡിംഗ് ആണിത്. മാഷാ അല്ലാഹ്, ഇത്രയും വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. കാരണം ഒരു ഏരിയയിലൊക്കെ നോക്കി കാണാൻ പറ്റും, എല്ലാം ഇതുപോലെ നീളത്തിൽ ഒരുപാട് ആയിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണാൻ പറ്റുക. എന്തായാലും ഇവിടെയാണ് 1002 മലയാളി ഹാജിമാർ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഇതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നടന്ന് പോയി കഴിഞ്ഞാൽ ഈ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു കടയുണ്ട്. ഇതാണ് ബിൽഡിംഗ് വരുന്നത് കേട്ടോ. കാണിച്ചിട്ടുള്ള പള്ളിയിൽ ചെറിയ പള്ളീൻ്റെ അവിടെ നിന്ന് ഈ റോഡിലൂടെ നടന്ന് ഈ ദൂരം അങ്ങോട്ട് പാലത്തിൻ്റെ അടി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പള്ളി കാണാൻ പറ്റും. മസ്ജിദുൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ വലിയൊരു പള്ളിയാണത്. അതിൻ്റെ തൊട്ടടുത്താണ് മസ്ജിദുൽ ഹിജാബ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ ഓണറോട് സംസാരിച്ചു. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എല്ലാം ഗൂഗിളിൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള റൂമുകൾ എങ്ങനെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ മസലാമ പറഞ്ഞു. ഞാൻ പിരിഞ്ഞു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സൗകര്യം ഹാജിമാർ വരുന്ന സമയത്തുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക റൂം. അപ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇതുപോലെയാണ് ഹാജിമാർക്ക് റെഡി ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒരു റൂമിൽ എത്ര ഹാജിമാർ താമസിക്കുന്നു അതുപോലെ ഇതുപോലത്തെ ബെഡുകളായിരിക്കും അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കണ്ട 1002 നമ്പർ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹിജാബ് എന്ന് പറയുന്ന പള്ളി. കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇവിടെ ചരിത്ര സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ചരിത്രം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നില്ല, അത് വേറെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയോട് ചേർന്ന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിങ് അബ്ദുൽ അസീസ് മസ്ജിദ് വരുന്നുണ്ട്. അത് വലിയൊരു പള്ളിയാണ്, ഒരു ജംഗ്ഷനിലാണ്. ആ പള്ളിയോട് ആ ലൈനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് മലയാളികൾ താമസിക്കുന്ന 1005. അതിനോട് ചേർന്ന് നമുക്കിത് ബ്രോസ്റ്റൽ ഫറോജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രോസ്റ്റ് ഷോപ്പ് എൻ്റെ വലതുവശത്തായിട്ട് കാണുന്നുണ്ട്. അത് ഷട്ടറിട്ട് കിടക്കുകയാണ്. ഇപ്പം വൈകുന്നേരം ഓപ്പൺ ആവുമായിരിക്കും. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ബിൽഡിംഗ് കാണാം. മലയാളികൾ താമസിക്കുന്ന 1005 ബിൽഡിംഗ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഭാഗത്താണ് ഒരു എൻട്രൻസ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് റൈസ് അതുപോലെ തന്നെ അറബിക് റൈസുകൾ കിട്ടുന്ന ഒരു കടയും കൂടി ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഭക്ഷണങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു ബുഖാരി കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ മേടിച്ച് പാർസൽ കൊണ്ടുവരികയും ചെയ്യാം. അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഈ 1002 ബിൽഡിങ്ങുള്ള ആളുകൾക്കും ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് ആണ് 1014 നമ്പർ ബിൽഡിംഗ്. വലിയ ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ദാഹിർ പ്ലാസ ഹോട്ടൽ എന്നാണ് ഇപ്പോൾ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്. ഓക്കെ, 1014 ബിൽഡിങ്ങിന് അടുത്തായിട്ട് ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് കടകൾ വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന കടകളാണെങ്കിലും ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ആദ്യമേ പറഞ്ഞ മലയാളി ബിൽഡിങ്ങുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിന്റെ തൊട്ട പരിസരങ്ങളിലൊക്കെ ആയിട്ട് അടുത്തടുത്ത നമ്പറുകളായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർ താമസിക്കുന്ന ബിൽഡിങ്ങുകളും ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാഴ്ചകൾ, ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മലയാളി ഹാജിമാർ താമസിക്കുന്ന 1-2 സ്ഥലങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.